നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. വിജ്ഞാന കേരളം ജനകീയ ക്യാമ്പയിന്റെ തൊഴിൽ പൂരത്തിനൊരുങ്ങി തൃശൂർ. 10,000-ലധികം ആളുകൾക്ക് ജോലി നൽകുക എന്ന ലക്ഷ്യവുമായാണ് മെഗാ ജോബ് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത്. ചാലക്കുടിയിൽ രോഗിയുടെ കൂട്ടിയിരിപ്പുകാരൻ ആംബുലൻസ് അടിച്ചു തകർത്തെന്ന പരാതി. കൂടപ്പുഴ സ്വദേശി ഷിൻഡോ സണ്ണിയാണ് അക്രമം നടത്തിയത്. സർക്കാരിന്റെ പുതിയ മദ്യനയത്തിൽ പ്രതിഷേധിച്ച് AITUC മാള എക്സൈസ് റേഞ്ച് ഓഫീസിലേക്ക് AITUCയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. വിജ്ഞാന കേരളം ജനകീയ ക്യാമ്പയിന്റെ തൊഴിൽ പൂരത്തിനൊരുങ്ങി തൃശൂർ. 10,000-ലധികം ആളുകൾക്ക് ജോലി നൽകുക എന്ന ലക്ഷ്യവുമായാണ് മെഗാ ജോബ് ഫെസ്റ്റ് ഉൾപ്പെടെ സംഘടിപ്പിക്കുന്നത്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പദ്ധതിക്ക് പൂർണ്ണ പിന്തുണ നൽകി. 5 ലക്ഷത്തോളം അവസാന വർഷ വിദ്യാർത്ഥികൾക്ക് തൊഴിലിനോട് ബന്ധപ്പെടുത്തി നൈപുണി പരിശീലനം. രജിസ്റ്റർ ചെയ്ത 10 ലക്ഷം ഉദ്യോഗാർത്ഥികളിൽ ഭൂരിഭാഗം പേർക്കും തൊഴിൽ മേളകളിലൂടെ തൊഴിൽ എന്നിവയാണ് കേരളം നോളജ് ഇക്കോണമി മിഷന്റെ വിജ്ഞാന കേരളം ജനകീയ ക്യാമ്പയിന്റെ ലക്ഷ്യം. ഇതിനായി സന്നദ്ധ പ്രവർത്തകരും പ്രൊഫഷണൽ മെന്റർമാരും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരുമടങ്ങുന്ന വലിയ ഒരു സംഘമാണ് പദ്ധതിയുടെ ഭാഗമായി അണിചേരുന്നത്. മുൻ ധനമന്ത്രി കൂടിയായ ഡോക്ടർ തോമസ് ഐസക്കാണ് ക്യാമ്പയിൻ അഡ്വൈസർ. ഈ മാസം 26-ന് തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജിലും വിമല കോളേജിലും നടക്കുന്ന മെഗാ ജോബ് ഫെസ്റ്റോടെ തൊഴിൽ പൂരത്തിന് തുടക്കമാകും. തൊഴിൽ അന്വേഷകർക്കായി 3 ലക്ഷത്തിലധികം തൊഴിൽ അവസരങ്ങളാണ് സജ്ജമാക്കിയിട്ടുള്ളത്. നിലവിൽ 10,000 തൊഴിൽ അന്വേഷകർ പങ്കെടുക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചു കഴിഞ്ഞു. ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള വിവിധ സ്കിൽഡ് നിർമ്മാണ ജോലികൾക്ക് വേണ്ടി പ്രത്യേക മേള മെയ് മാസം ആദ്യം നടക്കും. പ്രാദേശിക ചെറുമേളകൾക്ക് പുറമെ തൃശൂർ കോർപ്പറേഷന്റെ ആഭിമുഖ്യത്തിൽ മെയ് 18 മുതൽ 23 വരെ തേക്കിൻകാട് മൈതാനിയിൽ മഹാതൊഴിൽ മേളയും സംഘടിപ്പിക്കും. സംസ്ഥാനാടിസ്ഥാനത്തിൽ ഓൺലൈൻ അഭിമുഖങ്ങളിലൂടെ ഇതിനോടകം ജില്ലയിൽ നിന്ന് നിരവധി പേർക്ക് തൊഴിൽ ലഭിച്ചു കഴിഞ്ഞു. തൊഴിൽ പൂരത്തിന്റെ വിജയത്തിനായി പദ്ധതി അഡ്വൈസർ ഡോക്ടർ തോമസ് ഐസക്കിന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ പ്രാദേശിക ചാനൽ പ്രതിനിധികളുമായി ചർച്ച നടത്തി. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പദ്ധതിക്ക് പൂർണ്ണ പിന്തുണ നൽകി. സംഘാടക ഭാരവാഹികളായ ഡോക്ടർ P. സരിൻ, വിജയഹരി, അനൂപ് കിഷോർ, COA സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷ്, ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ്, സെക്രട്ടറി P. ആന്റണി, തൃശൂർ മീഡിയ വിഷൻ ഭാരവാഹികളായ ബൈജു ചിരിയങ്കണ്ടത്ത്, PM നാസർ, AG സുബ്രഹ്മണ്യൻ, മീഡിയ ടൈം MD ജിജോ ജോസഫ് എന്നിവർ പങ്കെടുത്തു. സംരംഭകരുടെ വിവിധ വ്യവസായ സംഘടനകൾ അവരോട് ചർച്ച ചെയ്യണം. നിങ്ങൾക്ക് അടുത്ത വർഷം ഏത് സ്കില്ലുള്ളവരെ വേണം, എത്ര പേരെ വേണം. ഇപ്പൊ കേരളത്തിലെ കേബിൾ ടെലിവിഷൻ എല്ലാവരും കൂടി 500 ഓപ്റ്റിക്കൽ ഫൈബർ എക്സ്പെർട്സിന് നമുക്ക് ആവശ്യമുണ്ടാവും അടുത്ത വർഷം. ശരി, കേരളത്തിലെ ITIകളില് അല്ലെങ്കിൽ പോളിടെക്നിക്കിലും ചിലപ്പോൾ സൂപ്പർവൈസറി ലെവലിൽ പ്രവർത്തിക്കാൻ പറ്റുന്ന 200 പേര്, 300 പേര് താഴത്ത് വർക്കർ എന്നാണെന്നിരിക്കട്ടെ. അപ്പൊ പോളിടെക്നിക്കിൽ ഏതെങ്കിലും പോളിടെക്നിക്കോട് പറയും, നിങ്ങൾ ആഡ് ഓൺ കോഴ്സായിട്ട് ഒപ്റ്റിക്കൽ ഫൈബറിന്റെ മെയിൻ്റനൻസ് കാര്യങ്ങൾ എടുക്കണം. ITIക്കാരോട് പറയും കൊടുക്കണം. തരംതാ ക്യാമ്പസ് സെലക്ഷൻ നിങ്ങൾ സംഘടനയിൽ നിലയിൽ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ എടുത്തവരാണ്. അപ്പോ ഈ കുട്ടികൾക്ക് ഇന്നാളെടുത്തോളൊന്നും ഒന്നുമില്ല, പക്ഷെ ക്യാമ്പസിൽ നമ്മൾ സെലക്ട് ചെയ്യും. മീഡിയ ടൈം തൃശൂർ. ചാലക്കുടിയിൽ രോഗിയുടെ കൂട്ടിരിപ്പുകാരൻ ആംബുലൻസ് അടിച്ചു തകർത്തെന്ന് പരാതി. കൂടപ്പുഴ സ്വദേശി ഷിൻഡോ സണ്ണിയാണ് അക്രമം നടത്തിയത്. താലൂക്ക് ആശുപത്രിയുടെ ആംബുലൻസാണ് അടിച്ചു തകർത്തത്. പ്രതിയെ ചാലക്കുടി പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇന്നലെ രാത്രിയാണ് സംഭവം നടന്നത്. ഷിൻഡോയുടെ സഹോദരൻ സാൻഡോയെ ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഇവിടെ നിന്ന് സെന്റ് ജെയിംസ് ആശുപത്രിയിലേക്ക് മാറ്റാൻ ആംബുലൻസ് എത്തിയപ്പോൾ അക്രമാസക്തനാവുകയായിരുന്നു. സാൻഡോയുടെ പരിക്ക് ഗുരുതരമായതിനാലാണ് ചാലക്കുടിയിലെ സെന്റ് ജെയിംസ് ആശുപത്രിയിലേക്ക് മാറ്റാൻ ആശുപത്രി അധികൃതർ നിർദ്ദേശിച്ചത്. തുടർന്ന് രോഗിയെ മാറ്റാനായി എത്തിയതായിരുന്നു ആംബുലൻസ്. താലൂക്ക് ആശുപത്രിയുടെ ആംബുലൻസാണ് അടിച്ചു തകർത്തത്. ഷിൻഡോ മദ്യലഹരിയിലായിരുന്നു. ഒരു വശത്തെ ഗ്ലാസ് പൂർണ്ണമായി അടിച്ചു തകർക്കുകയായിരുന്നു. തുടർന്ന് ആശുപത്രി അധികൃതർ പോലീസിന് വിവരം അറിയിച്ചു. ഷിൻഡോയെ ചാലക്കുടി പോലീസ് എത്തി കസ്റ്റഡിയിലെടുത്തു.
മദ്യലഹരിയിലാണ് ഷിൻഡോ ആക്രമണം നടത്തിയതെന്നാണ് പോലീസ് പറയുന്നത്. മീഡിയ ടൈം, ചാലക്കുടി. സർക്കാരിന്റെ പുതിയ മദ്യനയത്തിൽ പ്രതിഷേധിച്ച് AITUCയുടെ നേതൃത്വത്തിൽ മാള എക്സൈസ് റേഞ്ച് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. മാള ചാലക്കുടി റേഞ്ച് ചെത്ത് തൊഴിലാളി യൂണിയൻ, മാള ചാലക്കുടി റേഞ്ച് മദ്യ വ്യവസായി ഫെഡറേഷൻ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. AITUC സംസ്ഥാന ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാട് 1956 നവംബർ മാസം 1-ാം തീയതി ഐക്യ കേരളം ഭരണഘടനാപരമായി ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനം രൂപീകരിച്ചപ്പോൾ കേരളം എന്ന പേരിൽ കേരള സ്റ്റേറ്റ് രൂപം കൊള്ളുന്നത് തന്നെ നമ്മുടെ ഈ ചെത്തും കള്ളും വ്യവസായമൊക്കെയായിട്ട് ബന്ധമുള്ളതാണ്. കേരളം എന്ന് പറയുമ്പോൾ കേരവൃക്ഷങ്ങളുടെ തെങ്ങ്, അത് കേരളത്തിൻ്റെ ഏറ്റവും പരമ്പരാഗതമായ കേരളത്തിൻ്റെ പ്രകൃതിക്കിണങ്ങുന്ന കേരളം എന്ന് നമ്മൾ അടയാളപ്പെടുത്തുന്ന ഒന്നാണ് തെങ്ങ്. ആ തെങ്ങുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഭാഗമാണ് തെങ്ങിൽ നിന്ന് കള്ള് ചെത്തിയെടുക്കുക എന്നത്. അതൊരു കുലത്തൊഴിൽ പോലെ, ഒരു പാരമ്പര്യ തൊഴിൽ പോലെ വളർന്നു വന്നതാണ്. കേരളത്തിൻ്റെ എല്ലാ ചരിത്രങ്ങളും പരിശോധിച്ചാൽ, കേരളത്തിൻ്റെ സാമൂഹ്യ ചരിത്രം പരിശോധിച്ചാൽ, രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ, സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിച്ചാൽ എല്ലാം വളരെ പ്രധാനപ്പെട്ട ഒരു വ്യവസായ തൊഴിൽ മേഖലയാണ്. സംസ്ഥാന ജനറൽ സെക്രട്ടറി KV വസന്തകുമാർ അധ്യക്ഷത വഹിച്ചു. AV ഉണ്ണികൃഷ്ണൻ, KV സുജിത് ലാൽ, VM ചന്ദ്രബോസ്, CN സുധാർജനൻ, AP വിദ്യാധരൻ, KM ലെനിൻ, MV അനിലൻ എന്നിവർ സംസാരിച്ചു. പുത്തഞ്ചിറ മേഖല കിഴക്കുമുറി SNDP ശാഖായോഗം മന്ദിരത്തിന്റെയും ശ്രീനാരായണ ഗുരുദേവ പ്രതിഷ്ഠയുടെയും 25-ാം വാർഷികം ആഘോഷിച്ചു. SNDP യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മളിന്ന് പരമാവധി നമ്മുടെ കുരുക്ഷേത്രങ്ങളെല്ലാം ഗുരുമന്ദിരങ്ങളിൽ നിന്ന് മാറി കുരുക്ഷേത്രങ്ങളാക്കി ക്ഷേത്രാചാര പ്രകാരം പ്രതിഷ്ഠിച്ചാണ് നമ്മുടെ എല്ലാ സ്ഥലങ്ങളിലും പ്രവർത്തിക്കുന്നത് ഇപ്പോൾ. അതുകൊണ്ട് എൻ്റെ ഒരു ചെറിയ അഭിപ്രായം, ശാഖായോഗത്തിൻ്റെ അംഗങ്ങളെല്ലാവരും കൂടി ഇവിടെ നല്ല ഒരു കുരുക്ഷേത്രം പണിതാൽ നേരത്തെയായി ഞാൻ ഇവിടെ ഒരു പഞ്ചലോക വിഗ്രഹം ഗുരുദേവന്റെ തന്നുകൊള്ളാം എന്ന് ഞാൻ നിങ്ങളോടെല്ലാം പറയുകയാണ്. നിങ്ങൾ വിചാരിച്ചാൽ വളരെ നിസ്സാരമായ 6-8 മാസം കൊണ്ട് നമുക്ക് നല്ല ഒരു കുരുക്ഷേത്രം ഇവിടെ പണിയാൻ കഴിയും. അതിനോടൊപ്പം തന്നെ നല്ല ഒരു പ്രതിഷ്ഠ, പഞ്ചലോക പ്രതിഷ്ഠ നമുക്ക് ഇവിടെ നടത്തുവാനും കഴിയും. അതിനുള്ള പ്രവർത്തനം നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകണമെന്ന് ഞാൻ നിങ്ങളോട് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. ഗുരുദേവ ദർശനത്തിൽ ഒരുപാട് പ്രാധാന്യമുള്ള കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ശാഖാ പ്രസിഡന്റ് PM ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോമി ബേബി, യോഗം കൗൺസിലർ PK പ്രസന്നൻ, ഡയറക്ടർ CK യുധി, KK ബിനു, സജീവ് കുമാർ കല്ലട, CD സന്തോഷ് ചെറാക്കുളം, KK ചന്ദ്രൻ, MK സുബ്രഹ്മണ്യൻ, TS സുനിൽകുമാർ, അശോകൻ ഊട്ടോളി, ചന്ദ്രബോസ് കണ്ണത്ത്, ഗാന സിദ്ധാർത്ഥൻ, PI രവി, സിത്താര ബിനേഷ്, V ബിജു, KN ബിനീഷ്, PR സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്തും പുത്തഞ്ചിറ സാമൂഹ്യാരോഗ്യ കേന്ദ്രവും സംയുക്തമായി പാലിയേറ്റീവ് രോഗി ബന്ധു സംഗമം സംഘടിപ്പിച്ചു. VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. സാമൂഹ്യപരമായിട്ടുള്ള പശ്ചാത്തലങ്ങൾ പലപ്പോഴും നമ്മളെ വേട്ടയാടുന്നുണ്ട്. മക്കളിൽ നിന്നുള്ള അനുഭവങ്ങൾ നമ്മളെ കൂടുതൽ ദുഃഖിതരാക്കുന്ന സാഹചര്യങ്ങൾ നമ്മുടെ ഒട്ടനവധി വിഷയങ്ങൾ നമ്മുടേതായിട്ടുള്ള നമ്മളെക്കുറിച്ചുള്ള വിലയിരുത്തലുകളൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. എല്ലാവരും ഉണ്ടായിട്ട് ആരുമില്ല എന്നുള്ളൊരു തോന്നലുകളും പലപ്പോഴും അത് നമ്മുടെ രോഗിയായിട്ട് മാറിയതുപരമായിട്ട് മാത്രമാണ് എന്ന് അതിൽ നിന്ന് ധരിക്കേണ്ടതായിട്ടില്ല. അല്ലാതെ നമുക്ക് അനുഭവപ്പെടുന്ന ഒന്ന് തന്നെയാണ്. പ്രായമായവർക്കും ഉണ്ടാവും, പ്രായമല്ലാത്തവർക്ക്, പ്രായം അധികരിക്കാത്തവർക്കും ഇത്തരം വിഷയങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അത് മനുഷ്യസഹജമായിട്ടുള്ളൊരു വിഷയം മാത്രമായിട്ടാണ് ഞാൻ കാണുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോമി ബേബി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം PK ഡേവിസ്, സംഗീത അനീഷ്, AP വിദ്യാധരൻ, സുമിത ദിലീപ്, രമ രാഘവൻ, VA നദീർ, VS അരുൺരാജ്, പത്മിനി ഗോപിനാഥ് തുടങ്ങിയവർ സംസാരിച്ചു. കോട്ടപ്പുറം കായലോരത്ത് 64ാമത് പുഴനിലാവ് സാംസ്കാരിക സമ്മേളനം ആഘോഷിച്ചു. മുൻ MLA TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. VN ജോണി അധ്യക്ഷനായി.
ഫാദർ ജാക്സൺ വലിയപറമ്പിൽ, നഗരസഭാ വൈസ് ചെയർമാൻ VS ദിനൽ, KS കൈസാബ്, ES സാബു, സുനിൽ P മേനോൻ, ഷാജി വടക്കൻ, രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ നടന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. വിജ്ഞാന കേരളം ജനകീയ ക്യാമ്പയിന്റെ തൊഴിൽ പൂരത്തിനൊരുങ്ങി തൃശൂർ. 10,000-ലധികം ആളുകൾക്ക് ജോലി നൽകുക എന്ന ലക്ഷ്യവുമായാണ് മെഗാ ജോബ് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത്. ചാലക്കുടിയിൽ രോഗിയുടെ കൂട്ടിയിരിപ്പുകാരൻ ആംബുലൻസ് അടിച്ചു തകർത്തെന്ന പരാതി. കൂടപ്പുഴ സ്വദേശി ഷിൻഡോ സണ്ണിയാണ് അക്രമം നടത്തിയത്. സർക്കാരിന്റെ പുതിയ മദ്യനയത്തിൽ പ്രതിഷേധിച്ച് AITUC മാള എക്സൈസ് റേഞ്ച് ഓഫീസിലേക്ക് AITUCയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.